ഇന്നത്തെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെവിൻ ആകെ സങ്കടത്തിലാണ്. ഇന്ന് രണ്ടുപേരും കൂടെ അനിയും നന്ദുനെയും കൂടെ ഒരുമിച്ച് കണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് പോയതല്ലേ ബൈക്കിൽ, അത് കണ്ടതിൻ്റെ ഒരു വിഷമത്തിലാണ്. അന്നേരം അവിടെ വന്ന സഹൃദയൻ പറയുന്നുണ്ട് നെവിനോട്, അത് ഇപ്പോഴത്തെ പെൺപിള്ളേരെല്ലാം അങ്ങനെയാണ്, പക്ഷേ അതിനെ വെറുതെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസം അവർ രണ്ടുപേരോട് അങ്ങ് ഒളിച്ചോടും, ആ ഒരു രീതിയാണെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ നെവിന് ആകെ വിഷമാവുന്നുണ്ട്. അന്നേരമാണ് നെവിൻ്റെ മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള രീതികളൊക്കെ സർവ്വസാധാരണമാണ് എന്ന്. അന്നേരം സഹൃദയൻ പറയുന്നുണ്ട് അത് സർവ്വസാധാരണമൊക്കെയാണ്, പക്ഷെ അത് കൂടി പോകുമ്പോഴാണ് പ്രശ്നമാകുന്നതെന്നൊക്കെ പറയും. എന്നിട്ട് നെവിനോട് അങ്ങേര് പറയുവാണ്, അങ്ങേർക്ക് വക്കീലിനൊക്കെ ബുദ്ധിയുണ്ട് കേട്ടോ. അങ്ങേര് ചോദിക്കുന്നുണ്ട് എന്നാ പറ്റി, ഇനിയിപ്പം പ്രേമിക്കുന്ന പെങ്കൊച്ച് ആരുടെയും കൂടെ ബൈക്കിൽ കയറി പോകുന്ന കണ്ടോ, അതാണ് ഈ മുഖത്ത് ഇത്ര വിഷമം എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് മുത്തശ്ശനോടും പറയുന്നുണ്ട് സാറ് സ്നേഹിക്കുന്ന പെൺകുട്ടി ഏതോ ഒരു പയ്യൻ്റെ കൂടെ കയറി പോകുന്നത് കണ്ടു എന്ന് തോന്നുന്നത്, അതിൻ്റെ വിഷമമായി ഈ മുഖത്ത് എന്ന് പറയുമ്പം നെവിൻ ചോദിക്കുന്നുണ്ട് അതിന് ഇയാൾ എന്തിനീ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല എന്ന് പറയും. എന്നിട്ട് അവിടുന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോരുക. അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, പിന്നെ എങ്ങോട്ട് പോവുക എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരാളെ കാണാനുണ്ട് എന്ന് പറയും. എന്നിട്ട് പിറുപിറുക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട് എന്നെ ഉള്ള മനസ്സമാധാനം കൂടെ പോകും, അതുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് എന്ന്. ഏതായാലും അവിടുന്ന് പോകുന്ന നവീൻ നേരെ ചെല്ലുന്നത് അനിയുടെ അടുത്തോട്ടാണ്. എന്നിട്ട് അനിയെ ഉപദേശിക്കുക, നന്ദുവിനെ അങ്ങനെ ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് ശരിയാണോ, അവൾക്കൊരു ഭാവിയുള്ളതല്ലേ, വിവാഹ ജീവിതം ഉള്ളതല്ലേ, അതൊക്കെ താറുമാറാകാൻ ഇതൊക്കെ മതി, അതുകൊണ്ട് നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. അന്നേരം അനി പറയുന്നുണ്ട് അവൾ എൻ്റെ കൂടെ മാത്രമല്ല വിഘ്നേഷിൻ്റെയും രാഗേഷിൻ്റെയും കൂടെ ഒക്കെ പോകാറുണ്ട്, ആ രീതിയിലാണ് അവൾ ഞങ്ങളെല്ലാവരെയും കാണുന്നത്, പിന്നെ അവൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല, അവൾ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ ഇനി അങ്ങനെ എന്തെങ്കിലും കണ്ട് ഏതെവനേലും വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ട് വേണ്ടെന്ന് വെക്കുവാണെങ്കിൽ വെച്ചോട്ടെ, അത് തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞതാണല്ലോ എന്ന് പറയും. പക്ഷേ നെവിൻ പിന്നെയും ഉപദേശിക്കുക. അന്നേരം അനി ചോദിക്കും നീ എന്നെ പെട്ടെന്ന് ഒരു ആങ്ങളയുടെ വേഷം കെട്ടി വന്നേ, എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങളങ്ങനെ പോകുന്നതിൽ എന്ന് ചോദിക്കുമ്പോൾ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണമല്ലോ എന്ന് പറയും. എന്നിട്ട് അതിന് നവീൻ കാരണമായിട്ട് പറയുന്നത് സാധാരണ വക്കീൽമാരും പോലീസുകാരും ശത്രുക്കളാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെയല്ല, നല്ലൊരു കെമിസ്ട്രി ഉണ്ട്, പിന്നെ അവൾക്കിപ്പോൾ എന്നോട് ഭയങ്കര മതിപ്പാണ് അനന്തപുരിക്കാരെ കേസിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ടൊക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പം അനി ചോദിക്കും അതുകൊണ്ടാണ് നീ പെട്ടെന്ന് ചേട്ടൻ്റെ വേഷം എടുത്തിട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരവിടുന്ന് പിരിവേ. പിന്നെ കാണിക്കുന്നത് നയനയും ആദർശിനെയാണ്. ആദർശ് ഗൾഫിലേക്ക് പോകാമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചില്ലെങ്കിലും അവിടെ ചെല്ലുമ്പം ഡ്രസ്സ് ഇല്ലെങ്കിൽ ഞാൻ മേടിച്ചോളാം എന്ന്. എന്നിട്ട് പിന്നെ നയനയ്ക്ക് ഭയങ്കര വിഷമമാവുമല്ലോ 2 ആഴ്ച ഇവിടെ ഇല്ലാത്തത്, അതിനെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് അങ്ങനെ 2 ആഴ്ച മാറി നിൽക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, അതുപോലെ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് താമസിച്ച് വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇതൊന്ന് ആഗ്രഹിച്ചതായിരുന്നു, പിന്നെ ആദർശേന് സമയം കാണില്ലല്ലോ എന്നോർത്തങ്ങ് മാറ്റി വെച്ചതായിരുന്നു എന്ന് പറയുവാണ്. ഏതായാലും അവർ പുറത്തേക്ക് വരാൻ വേണ്ടി രാത്രി പുറത്ത് വന്ന് കറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ തീരുമാനിക്കുന്നു. ഈ സമയം അനിയും നന്ദും പുറത്തുണ്ട്. നന്ദു ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടിയതാണ്, രണ്ടും കൂടെ കറങ്ങി നടക്കുക. അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാനൊരു പോലീസ് ഓഫീസറാണ്, ഈ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആൾക്കാർ കണ്ടാൽ തന്നെ മോശമാണ്, നീ എന്നെ കൊണ്ടുവിട് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് വല്ലപ്പോഴും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുള്ളൂ, അതുകൊണ്ട് ഇപ്പം നിന്നെ കൊണ്ടുവിടാനൊന്നും പറ്റിയില്ല, മര്യാദയ്ക്ക് വണ്ടിയിൽ കയറിയെന്ന് പറയും. അങ്ങനെ അവർ വണ്ടിയിൽ കയറി ഓരോ സ്ഥലത്തായിട്ട് കറങ്ങി നടക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നയനയും ആദർശും ഇതേ ആവശ്യത്തിനൊക്കെ തന്നെയായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ, ഗൾഫിൽ പോയിട്ട് ഓരോന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദർശ് പറയുന്നു. പിന്നെ ഗൾഫിൽ പോയാലും നയനയ്ക്ക് കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും, കാരണം അവിടെ നയനയുടെ ഡിസൈൻസ് ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിനിടയ്ക്ക് ആദർശ് പറയുന്നുണ്ട് ഞാൻ പോകില്ലായിരുന്നു, പക്ഷേ ഞാൻ പോയില്ലെങ്കിൽ പിന്നെ മുത്തശ്ശൻ പോകേണ്ടി വരും, അത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സമയം അനിയും നന്ദുവും കൂടി ഒരു ഹോട്ടലിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കല്യാണം മുടങ്ങിപ്പോയതിനെ പറ്റി അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നു. അതിനിടയ്ക്ക് ആ ജ്യൂസ് രണ്ടുപേരും കുടിക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും, അത് കുറച്ച് നേരം കുടിക്കും, അതിന് പിന്നെയും കൈമാറും, ഈ പരിപാടി തന്നെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്തല്ലേ ഇങ്ങനെ കറങ്ങി നടക്കാനൊക്കെ പറ്റുള്ളൂ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശം നയനയും വരുന്നത്. ആദർശിനെയും നയനയും കണ്ട് രണ്ടുപേരും മുഖം തിരിച്ച് അനങ്ങാണ്ടിരിക്കുവേ. എന്നിട്ട് ഇവർ വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ വെയിറ്ററിൻ്റെ കയ്യിൽ പൈസയും കൊടുത്തിട്ട് ഇവരെ ഇറങ്ങി പോരുക.
ഇവരിങ്ങ് ഇറങ്ങി പോയി കഴിയുമ്പോഴേക്കും ആദർശും നയനയും ഇവരിരുന്ന സീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് വന്നിരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അന്നത്തേക്കും ദേവയാനിയുടെ കോൾ വരും. പുറത്ത് പോയേക്കുവാണോ നയനെ, നീ സൂക്ഷിക്കണം, ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ആണല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അന്നേരം അമ്മ ടെൻഷൻ ആവുമൊന്നും വേണ്ട, അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്, ഞങ്ങൾ വന്നോളാം, അമ്മ കിടന്നോ എന്നൊക്കെ പറയുവാണ്. അന്നേരം ആദർശനൊരു സംശയം. കയറി വന്നപ്പം അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നത് കണ്ടു. അത് അനിയുടെ ആണോ എന്നൊരു സംശയം. ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആദർശ് പുറത്തേക്ക് പോവാണ്. പക്ഷേ ഈ സമയം കൊണ്ട് അനിയും നന്ദും കൂടെ അവിടുന്ന് പോകുന്നായിരുന്നു. അന്നേരം മഴ പെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ബൈക്കിൽ മഴ നനഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുക. അന്നേരവും നന്ദു പറയുന്നുണ്ട്, എടാ ഇതൊക്കെ ചുമ്മാ മോശമാണ്, വല്ലവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു പോലീസ് ഓഫീസറല്ലേ, നീ എന്നെ വീട്ടിൽ കൊണ്ടുവിടുക പറയുമ്പം, നിന്നെ ഒരിടത്തും ഞാൻ കൊണ്ടുവിടുന്നില്ല, ഇന്ന് രാത്രി മൊത്തം നമ്മളെ എവിടെയെങ്കിലും കറങ്ങി നടക്കും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആദർശ് പുറത്ത് പോയി നോക്കിയിട്ട് കയറി വന്നുണ്ട്, ബൈക്ക് അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞ്. പിന്നെ ആദർശും നയനയും അവരുടെ വിവാഹം തൊട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കാനോ ഒന്നും നേരാണം പ്രേമിക്കാനോ ഒന്നും സാധിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയം പിന്നെയും നമ്മുടെ അനിയും നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. അവർ കടൽ തീരത്ത് പോയെന്ന് സംസാരിക്കുവാണ്. ഇനി ഒരു വിവാഹം വന്നാലും അത് മുടക്കണം, എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും രണ്ടുപേരുടെ വിവാഹം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, നിനക്ക് എവിടുന്നേലും ഒരു വിവാഹാലോചന വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നീ എന്നെ അറിയിക്കണം, ഞാനത് വിഘ്നേഷിനെയും രാകേഷിനെയും കൂട്ടി എങ്ങനെയെങ്കിലും മുടക്കിക്കോളാം എന്ന് പറയും. അന്നേരം നന്ദി ചോദിക്കും, എങ്ങനെയാണ് മുടക്കുന്നതെന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, നിനക്ക് വേറെ പ്രേമബന്ധം ഉണ്ടെന്നും നീ ആൾ ശരിയല്ല എന്നൊക്കെ ഞങ്ങൾ പോയി ചെറുക്കൻ്റെ വീട്ടിലെ അച്ഛനെയും അമ്മയൊക്കെ അറിയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുവാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ ആ കാര്യങ്ങളെ നീ അന്നേരം തന്നെ ഡീൽ ചെയ്തോണം, അല്ലെങ്കിൽ ഒരുപാട് സമ്മർദ്ദം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വഴങ്ങേണ്ടി വരുമെന്ന്. അന്തിക്കും പെട്ടെന്ന് അനിയുടെ മുഖമൊക്കെ മാറി അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ നവ്യയുടെ രൂപവും ഭാവവും ഒക്കെ മാറി മോഡലിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയാന്ന് തോന്നുന്നു, ഭയങ്കര സെറ്റപ്പിലാണ്. എന്നിട്ട് നവ്യ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇത്രയും കാലം നിങ്ങളൊക്കെ അനുസരിച്ച് ഞാൻ ഇവിടെ നിന്നു, ഇനി നിങ്ങൾ എൻ്റെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് എന്നൊക്കെ. അതുപോലെ ആദർശ് റെഡിയായി ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നു. ആദർശിനെ യാത്രയാക്കിയിട്ട് വിഷമിച്ച് നിൽക്കുവാണ് നയനയും ദേവയാനിയും. അന്നേരം അഭി മുകളിലുണ്ടായിരുന്നു. അഭി ഓർക്കുവാണ്, ഈ സങ്കടം ഇനി എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അവൻ പെട്ടെന്നൊന്നും ഇനി തിരിച്ചു വരികയില്ല, അവൻ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന്. ഏതായാലും ഈ കാര്യം ഇവിടുന്ന് ആദർശ് പുറപ്പെട്ടു എന്നുള്ള കാര്യം അഭി ഗൾഫിലുള്ള കൂട്ടുകാരനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരുന്നോ, ഇനി അവൻ അങ്ങോട്ട് വന്നിട്ട് നിനക്ക് സങ്കടപ്പെടേണ്ടി വരില്ല എന്നൊക്കെ. ഇത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.